ചെടികൾ നല്ല രീതിയിൽ പൂക്കാനും അതേപോലെ തന്നെ നല്ല ആരോഗ്യമായിട്ട് വളർന്നു വരാനുള്ളൊരു ഫെർട്ടിലൈസറാണ് ഇത്. ഇലകൾ മഞ്ഞിച്ചും നല്ല പെയിലായിട്ട് പോകുന്ന ചെടികൾക്കും ഒക്കെ ഒഴിക്കാൻ പറ്റിയൊരു ഫെർട്ടിലൈസറാണ് ഇന്നത്തെ വീഡിയോയിൽ. റോസൊക്കെ നല്ല രീതിയിൽ മുട്ട് വന്ന് നിറയെ പൂക്കാനുള്ള ഒരു ഫെർട്ടിലൈസറാണ് ഇത്. അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസറിൻ്റെ പേരെന്ന് പറഞ്ഞാൽ നമ്മുടെ നൈട്രജനും ഫോസ്ഫറസും അതുപോലെ തന്നെ പൊട്ടാഷ്യവും 20-20-20 എന്ന അളവിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ്. അത് എല്ലാ നഴ്സറികളിലും അല്ല എല്ലാ മിക്ക വളക്കടകളിലും കിട്ടുന്ന ഒരു ഫെർട്ടിലൈസറാണ് NPK. ഇത് 20-20-20 അളവിലുള്ളത്. ഇത് പൂക്കുന്ന ചെടികൾക്കും അതേപോലെ തന്നെ പച്ചക്കറികൾക്കും ഒക്കെ നല്ലതാണ്. പിന്നെ ഇത് രാസവളമാണ്. കാരണം എല്ലാ ആൾക്കാർക്കും ഈ രാസവളം നാച്ചുറലായിട്ടുള്ള വളങ്ങൾ വീട്ടിൽ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അതായത് ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണെങ്കിലും ഒരുപാട് സിറ്റികളിലൊക്കെ ഉള്ളവർക്ക് നമുക്ക് ഈ പുളിപ്പിച്ച വളങ്ങൾ ഉപയോഗിക്കുന്നതിന് ഒരു ലിമിറ്റേഷനുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വളമാണ് ഈ NPK. ഈ 20-20-20 എന്ന അളവിലുള്ള ഈ ഒരു ഫെർട്ടിലൈസർ. ഇത് നല്ല രീതി, അതായത് വലിയ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, മാവ് അതേപോലെ തന്നെ പ്ലാവ്, ഇതൊക്കെ പൂക്കാനും ഇത് നിറയെ കായ്ക്കാനും പറ്റിയ ഒരു വളം കൂടിയാണ് ഈ ഒരു 20-20-20 എന്ന് പറയുന്ന ഈ ഒരു ഫെർട്ടിലൈസർ. ഇത് ഞാൻ നമ്മുടെ മുല്ലച്ചെടികൾക്ക് അതുപോലെ ബൊഗെയിൻ വില്ലയ്ക്ക്, റോസിന് എല്ലാത്തിനും ഒരേപോലെ യൂസ് ചെയ്യും. ഇത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു നുള്ള എടുത്ത് ഒരു ചെടിയുടെ ചുവട്ടിൽ ഇടാം. അതേപോലെ തന്നെ നമുക്ക് ഒരു 2 ലിറ്റർ വെള്ളം എടുത്തതിന് ശേഷം ഒരു 2 ടീസ്പൂൺ ഈ നമ്മുടെ 20-20 എന്ന് പറയുന്ന ഒരു ഫെർട്ടിലൈസറും കൂടി ഇട്ട് കഴിഞ്ഞാൽ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് നല്ലപോലെ, ഇത് വെള്ളത്തിൽ ലയിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ. നല്ലപോലെ ലയിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇലകളിലൊക്കെ നല്ലതുപോലെ സ്പ്രേ ചെയ്തും കൊടുക്കാം. അതേപോലെ ചെടികളുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ചെറിയ ചെറിയ മുത്തു പോലെ കിടക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ് ഇത്. ഇത് ഒത്തിരി നല്ലതാണ്. വലിയ മരങ്ങളും പൂക്കാനും കായ്ക്കാനും നല്ലതാണ്. അതേപോലെ നമ്മുടെ ചെടികളും പൂക്കാനും അതേപോലെ കായ്ക്കാനും ഒക്കെ നല്ലൊരു ഫെർട്ടിലൈസറാണ്. ഇപ്പം ഞാൻ ഈ ഒരു ബോട്ടിലിനാണ് ഇത് ഒഴിക്കാൻ പോകുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതിൽ വെള്ളം എടുക്കുക. ഇതിന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ അടപ്പിൽ നമുക്കൊരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വെള്ളം നമുക്ക് ഇപ്പോൾ സ്പ്രെയർ ഇല്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. എല്ലാവർക്കും സ്പ്രെയർ വാങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല. അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ എളുപ്പം ഒരു ഫോർക്ക് എടുക്കുക, ഒന്ന് ചൂടാക്കിയതിന് ശേഷം അടപ്പിലൊരു കിഴുത്തയിട്ട് കൊടുക്കുക. ഇത്രയും മാത്രം മതി കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെടികളുടെ ഇലകളിലൊക്കെ തളിക്കാൻ നല്ല. ഇതിപ്പം ഏകദേശം ഒരു 2 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു നുള്ളു മുതൽ ഒരു ഏകദേശം നിങ്ങൾക്കൊരു കണക്കറിയാലോ, അത്ര ഇത്. ഒട്ടും അളവ് കൂടിക്കഴിഞ്ഞാൽ ഇത് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുന്നൊരു ഫെർട്ടിലൈസർ കൂടിയാണിത്. ചെടി മുഴുവൻ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു നുള്ളിൽ കൂടാൻ പാടില്ല ഒരു ചെടിക്ക്. ഈ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണം. അളവ് നമ്മൾ ഒത്തിരി പൂക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇച്ചിരി കൂടിപ്പോയി കഴിഞ്ഞാൽ ഇലകളെല്ലാം ഉണങ്ങിപ്പോകും. അതുകൊണ്ട് തന്നെ ഒരു വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ നമ്മൾ ഇതുപോലുള്ള ചെടികൾക്ക്, മുല്ലയ്ക്കായാലും 10 മണിക്കായാലും പിന്നെ കിളിച്ചു വരുന്ന ചെടികളുണ്ടല്ലോ, അതായത് നമ്മൾ വിത്തിട്ട് പാകി മുളച്ചു വരുന്ന ചെടികൾ കുറച്ചുകൂടെ നല്ല പുഷ്ടിയായിട്ട് വളരാനും ഇത് ഒത്തിരി നല്ല കേട്ടോ. നല്ല ആരോഗ്യമായിട്ട് വളർന്നു വരും. അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ വളരെ ഈസി ആയിട്ട് 20-20-20 എന്ന് പറയുന്ന അളവിലുള്ള ഒരു ഫെർട്ടിലൈസറാണിത്. ഇത് എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാൻ നല്ലതാണ്. സാധാരണയായിട്ട് ഇപ്പോൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഞാൻ കൂടുതലും ഉപയോഗിക്കാറുള്ളത് നാച്ചുറലായിട്ടുള്ള വളങ്ങളാണ്. അതായത് നമ്മുടെ ഓർഗാനിക്കായിട്ട് നമ്മൾ ഒണിയൻ പീൽ ഫെർട്ടിലൈസർ ആയാലും ചാണകപ്പൊടി, എല്ലുപൊടി ഇങ്ങനെയൊക്കെയുള്ളതാണ് പച്ചക്കറികൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത്. പക്ഷേ അതേസമയം നമ്മൾ പൂക്കുന്ന ചെടികളും അതേപോലെ ഞാൻ പറഞ്ഞ പോലെ സിറ്റിയിൽ താമസിക്കുന്നവർക്കും ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ഈ ഒരു ഫെർട്ടിലൈസർ റെക്കമെൻഡ് ചെയ്തുള്ളൂ. പിന്നെ പൂക്കുന്ന ചെടികൾക്കൊക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു കാര്യമുണ്ട്. കൂടുതലും നമ്മൾ ഇത് രാസവളമാണ്, നമ്മൾ നാച്ചുറലായിട്ടുള്ള വളങ്ങളിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ ഈ വളം യൂസ് ചെയ്യുന്നുണ്ടോ, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കൂടി താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഏതെങ്കിലും മരങ്ങൾ കായ്ക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടോ എന്നും കൂടി കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.